ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 31ാമത്തെ ശ്ലോകം നോക്കാം. കരോ വൈ വസുദേവ ഉവാച കരോ വൈ വാർഷികോ ദത്തോ രാജ്ഞേ ദൃഷ്ടാ വയം ച വഹ നേഹസ്ഥേയം ബഹുതിഥം സന്ധ്യുത്പാതാശ്ച ഗോകുലേ. ഇനിയും നന്ദഗോപര് പറഞ്ഞ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നന്ദഗോപരും വസുദേവരും തമ്മിലുള്ള ആ ഒരു സംവാദമാണ്. അവർ തമ്മിലുണ്ടായ ആ ഒരു സംസാരത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൽ നന്ദഗോപര് തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് നമുക്കറിയാം. കംസനാൽ കൊല്ലപ്പെട്ട ആ ഉണ്ണികളുടെ കാര്യമൊക്കെ പറഞ്ഞു. വസുദേവരുടെ 6 ഉണ്ണികൾ കൊല്ലപ്പെട്ട കാര്യമൊക്കെ പറഞ്ഞു. ഒക്കെ അതിന് നമ്മൾ മറ്റാരെയും തെറ്റു പറയേണ്ടതില്ല, കുറ്റപ്പെടുത്തേണ്ടതില്ല. കാരണം ഇതൊക്കെ നമ്മുടെ തന്നെ കർമ്മ പ്രാരബ്ധമാണ് എന്ന് കൂടി അവിടെ ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി, അല്ല? ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും എന്ത് സംഭവിച്ചാലും ഒക്കെയും നമ്മുടെ കർമ്മ പ്രാരബ്ധമാണ്. അതിന് മറ്റു പലരും പലതും നിമിത്തങ്ങളാകുകയാണ് ചെയ്യുന്നത്. നമ്മളിലേക്ക് വന്നു ചേരുന്നതൊക്കെ ഏതൊക്കെയോ ജന്മങ്ങളിൽ നമ്മൾ സമ്പാദിച്ചു വെച്ച നമ്മുടെ കർമ്മങ്ങളുടെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെയൊക്കെ ഒരു ബാക്കിപത്രമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന അനുഭവങ്ങൾ. അതിന് മറ്റാരെയും കുറ്റം പറയേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ ഇനി അടുത്തത് വസുദേവർ പറയുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ കുശലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വസുദേവരുടെ ആ ഒരു ദീർഘമായ കുശലാന്വേഷണത്തിന് ശേഷം നന്ദഗോപര് ചെറിയ 2 ശ്ലോകങ്ങളിലായിട്ട് തനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു അവിടെ. ഇനി വസുദേവർ പറയുകയാണ്, കരോ വൈ വാർഷികോ ദത്തോ. കരോ, കരഹ എന്നാൽ കപ്പം, കരം കൊടുക്കുക, അല്ലെ? അതിനു വേണ്ടിയിട്ടായിരുന്നു നന്ദഗോപർ ഇവിടെ വന്നത്. അപ്പോൾ ആ കരം വാർഷിക എന്ന് പറഞ്ഞാൽ വർഷം തോറും നമുക്ക് എല്ലാ വർഷവും കൊടുക്കേണ്ടതായിട്ടുള്ള കരം ദത്തോ, ദത്തഹ എന്നാൽ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ കരോ വൈ വാർഷികോ ദത്തോ, അങ്ങിപ്പോൾ ഇവിടെ വന്ന്, അല്ലയോ നന്ദഗോപരെ, അല്ലയോ ജ്യേഷ്ഠ സഹോദര, അങ്ങിവിടെ വന്ന് ഇപ്പോൾ കൊടുക്കാനുള്ള, രാജാവിന് കൊടുക്കാനുള്ള കരമൊക്കെ ഇപ്പോൾ ഇതാ കൊടുത്തു കഴിഞ്ഞു, അല്ലേ? ഇനിയും രാജ്ഞി എന്നാൽ രാജാവിന് കൊടുക്കാനുള്ള കരമൊക്കെ കൊടുത്തു കഴിഞ്ഞു. അതേപോലെ വയം ച വഹ. വയം എന്ന് പറഞ്ഞാൽ അത് ബഹുവചനമായിട്ടാണ്. നമ്മൾ രണ്ടുപേരും, വയം ച നമ്മൾ രണ്ടുപേരും, വഹ എന്നാൽ നിങ്ങളാൽ എന്നുള്ള അർത്ഥത്തിൽ. പിന്നെയോ നേഹസ്ഥേയം, അപ്പോൾ നമ്മൾ രണ്ടുപേരും കണ്ടുമുട്ടുകയും ചെയ്തു. രാജാവിന് കൊടുക്കാനുള്ള കരം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു, കപ്പം കൊടുത്തു കഴിഞ്ഞു. നമ്മൾ തമ്മിലൊന്ന് കാണാനുള്ള ഭാഗ്യവും ഉണ്ടായി. ഇനിയും നേഹസ്ഥേയം ബഹുതിഥം. നേഹ എന്ന് പറഞ്ഞാൽ ന ഇഹ. ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇല്ല. അപ്പോൾ നേഹ എന്ന് പറഞ്ഞാൽ ന ഇഹ, 2 വാക്കുകൾ ചേരുന്നതാണ്. ഇഹ എന്നാൽ ഇവിടെ. അപ്പോൾ ഇവിടെ ഇനിയും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥേയം. നേഹസ്ഥേയം. സ്ഥേയം എന്ന് പറഞ്ഞാൽ തങ്ങുക, ഇവിടെ ഇങ്ങനെ നിൽക്കുക. ഇവിടെ ഇനി അധിക സമയം അങ്ങിനി ഇവിടെ നിൽക്കരുത്, ഇവിടെ തങ്ങരുത്. കാരണം സന്ധ്യുൽപാദാശ്ച, അല്ല, ബഹുതിഥം സന്ധ്യുൽപാദാശ്ച ഗോകുലേ. അപ്പോൾ പറയാണ് ബഹുതിഥം എന്ന് പറഞ്ഞാൽ അധികകാലം, അതായത് അധിക സമയം ഇനി ഇവിടെ തങ്ങരുത് എന്ന് നന്ദഗോപരോട് പറയുകയാണ്. കാരണം സന്ധ്യുൽപാദാശ്ച ഗോകുലേ, സന്ധി ഉത്പാദാഹ ച, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് സന്ധ്യുൽപാദാശ്ച. സന്ധി എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നർത്ഥം, അതായത് അങ്ങനെ ഒന്ന് കാണുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. എന്താ? ഉത്പാദാഹ എന്ന് പറഞ്ഞാൽ ചില ദോഷസൂചകങ്ങൾ, ചില ആപത്തിൻ്റെതായ ചില ലക്ഷണങ്ങൾ അങ്ങനെ കാണുന്നുണ്ട്. ഇവിടെ ഗോകുലേ, ഗോകുലത്തിലും കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഗോകുലത്തിലും കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കുറേയേറെ ദോഷങ്ങളുടെ കാര്യമായിരുന്നു ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് നന്ദഗോപരും വസുദേവരും തമ്മിൽ. ഇവിടെ വസുദേവരുടെ 6 മക്കളെ കംസൻ കൊന്നതും തുടങ്ങിയ ആ ഒരു അത്യന്തം ദുഃഖകരമായ ചില ദോഷകരങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ നടന്ന കാര്യത്തെയാണ് പറഞ്ഞതെങ്കിൽ, ഇപ്പോൾ ഗോകുലത്തിലും ചില ദോഷസൂചകങ്ങൾ, ചില ആപത് സൂചനകൾ
കാണുന്നുണ്ട്. അല്ലയോ ജ്യേഷ്ഠ സഹോദര, അങ്ങിനി അധിക സമയം ഇവിടെ തങ്ങരുതേ, അങ്ങ് പെട്ടെന്ന് തന്നെ തിരിച്ചു പോയിക്കോളൂ എന്നാണ് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ആ ജ്യേഷ്ഠനെ കണ്ട് മതിയായിട്ടല്ല, അവർ തമ്മിലുള്ള ആ കുശലങ്ങൾ പറഞ്ഞിട്ടും ഒന്നും, കാരണം വളരെ പ്രിയപ്പെട്ടവരാണ് അവർ, വളരെയേറെ കാലങ്ങൾക്ക് ശേഷം കാണുകയുമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മുമ്പ് പറഞ്ഞ ആത്മമിത്രമാണ് എന്ന് പറഞ്ഞിരുന്നു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മിത്രമാണ് ആ നന്ദഗോപർക്ക് വസുദേവരും, വസുദേവർക്ക് നന്ദഗോപരും. അങ്ങനെ വളരെ കാലങ്ങൾക്ക് ശേഷം കണ്ട് കുറേ കുശലപ്രശ്നങ്ങളൊക്കെ നടത്തിയെങ്കിലും അവർക്ക് മതിയായിട്ടില്ല സംസാരിച്ചിട്ട്. പക്ഷെ എന്നിരുന്നാലും വസുദേവര് അങ്ങോട്ട് പറയുകയാണ്, ഇവിടുത്തെ ദോഷകർമ്മങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി, പക്ഷേ ഇതാ ഇപ്പോൾ ഗോകുലത്തിലും ചില ആപത് സൂചനകൾ കാണുന്നുണ്ട്. അതുകൊണ്ടല്ലയോ ജ്യേഷ്ഠ സഹോദര, അങ്ങിനി ഇവിടെ അധിക സമയം തങ്ങരുതേ, അങ്ങ് പെട്ടെന്ന് തന്നെ തിരിച്ചു പോയിക്കോളൂ. കാരണം അവിടെ പരോക്ഷമായി സൂചിപ്പിക്കുകയാണ്, എൻ്റെ പുത്രന്മാർ അവിടെയുള്ളത്, ഇവിടുത്തെ എൻ്റെ പുത്രന്മാർക്ക് ഇവിടെ ആപത്തുണ്ടായി എന്നത് മാത്രമല്ല, അവിടെ കഴിയുന്ന എൻ്റെ പുത്രന്മാർക്കും ആപത്ത് വരാനുള്ള ഒരു ലക്ഷണം ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് സംരക്ഷകനായി ഇന്ന് വർത്തിക്കുന്ന അല്ലയോ ജ്യേഷ്ഠ സഹോദര, അങ്ങ് അവരുടെ സമീപത്തേക്ക് എളുപ്പം തിരികെ എത്തിയാലും എന്നൊരു പരോക്ഷമായിട്ട് ഇവിടെ പറയുകയാണ്. അങ്ങനെ നന്ദഗോപരെ പെട്ടെന്ന് പറഞ്ഞു വിട്ടിട്ട് വസുദേവരെ സംബന്ധിച്ചിടത്തോളം ആ നന്ദഗോപരുമായുള്ള ആ വിയോഗം ശരിക്കും ദുഃഖപ്രദം തന്നെയാണ്. വളരെ കുറച്ച് സമയമേ കിട്ടിയിട്ടുള്ളൂ. എന്നിരുന്നാലും വലിയൊരാപത്ത് മുന്നിൽ വസുദേവർ കാണുന്നു. അപ്പോൾ ആ ആപത്തിൽ നിന്നും തൻ്റെ ഉണ്ണികളെ രക്ഷിക്കണമെങ്കിൽ ഈ വിയോഗത്തിൻ്റെ ദുഃഖം തനിക്ക് താങ്ങിയേ മതിയാവും. വലിയ ദുഃഖങ്ങൾ, 6 ഉണ്ണികളെ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം ഏറ്റുവാങ്ങിയിട്ട് നിൽക്കുന്ന ആളാണ് വസുദേവര്. ഈ വിയോഗവും അതുപോലെ തന്നെ തനിക്ക് വേദനാജനകമാണ്. തൻ്റെ ഭ്രാതൃ സഹോദരനെ എന്ന ആ ജ്യേഷ്ഠ സഹോദരനെ എന്ന് പിരിയുക എന്ന് പറയുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷം കണ്ടിട്ടും. പക്ഷേ അപ്പുറത്ത് ഇനിയുള്ള തൻ്റെ 2 ഉണ്ണികൾക്ക് ആപത്ത് വരുമല്ലോ എന്നോർത്തപ്പോൾ ഈ വിയോഗ ദുഃഖമാണ് അതിലും ഭേദം എന്ന് തോന്നി. ഇതിൻ്റെ സുഖകരമായ ഒരു ദുഃഖമാണുള്ളത്. കാരണം തൻ്റെ ജ്യേഷ്ഠനെ കണ്ടു, തൻ്റെ ജ്യേഷ്ഠനിൽ നിന്നും തൻ്റെ പുത്രന്മാരെക്കുറിച്ചും തൻ്റെ പ്രിയപത്നിയെക്കുറിച്ചുമൊക്കെ അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് തന്നെയല്ല, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മിത്രവുമാണ്. അപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് ഏറെ മധുരമുണ്ട്. വിയോഗത്തിൻ്റെ ദുഃഖത്തോടൊപ്പം ആ ഒരു മധുരിമയും കൂടി ഉള്ളത് കൊണ്ട് ഇനിയുള്ള തൻ്റെ 2 പുത്രന്മാരുടെ ജീവൻ അപകടം സംഭവിക്കുന്നതിലും നല്ലത് ഈ വിയോഗ ദുഃഖം താൻ ഏറ്റുവാങ്ങുകയാണ് എന്ന് കരുതിയിട്ട് എളുപ്പം അവിടെ നിന്നും നന്ദഗോപരെ പറഞ്ഞു വിടാനാണ് വസുദേവർ നോക്കുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. വസുദേവ ഉവാച. ഉവാച എന്ന് പറഞ്ഞാൽ പറഞ്ഞു, വസുദേവര് പറഞ്ഞു. കരോ വൈവാർഷികോ ദത്തോ രാജ്ഞേ ദൃഷ്ടാ വയം ച വഹ നേഹസ്ഥേയം ബഹുതിഥം സന്ധ്യുൽപാദാശ്ച ഗോകുലേ. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ വരിയിൽ ആ അവസാനം ഒരു വിസർഗമുണ്ട്. വഹ എന്ന് പറയുന്നിടത്ത് ഒരു പകുതി ഹകാരത്തിൽ നിർത്തുക. പിന്നെ അടുത്ത് സന്ധ്യുൽപാദാശ്ച, അതും ഒന്ന് ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ്. അതേ ഉള്ളൂ. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ആ ഒരു ശ്ലോകത്തിലുള്ളത്. ഇനിയും ആ ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദവിന്യാസവും കൂടി പറയാം. വഹ വാർഷികഃ കരഃ രാജ്ഞേ ദത്തഃ വയം ച ദൃഷ്ടാഃ ബഹുതിഥം ഇഹ ന സ്ഥേയം ഗോകുലേ ഉത്പാദാഃ സന്തി. ഒന്നുകൂടി പറയാം. വഹ വാർഷികഃ കരഃ രാജ്ഞേ ദത്തഃ വയം ച ദൃഷ്ടാഃ ബഹുതിഥം ഇഹ ന സ്ഥേയം
ഗോകുലേ ഉത്പാദാഹ സന്തി. ഇത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതും സ്മരിക്കാനുള്ളതും. ഹരേ കൃഷ്ണ.